2024 CR7ന്റെയും അൽ നാസറിന്റെയും ഫൈനൽ ഗെയിം ഓഫ് ദി സീസൺ വേഴ്സസ് ലീഗിലെ ടോപ്പേഴ്സ് ആയിട്ടുള്ള അൽ ഇത്തിഹാദ്. ഓഫ് കോഴ്സ് അൽ നാസർ ലോസ് മാൻ. ഓർക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മാച്ചിലൊന്നും മര്യാദക്ക് പെർഫോം ചെയ്യാൻ അറിയില്ല. തോറ്റതൊക്കെ പോട്ടെ, അൽ ഇത്തിഹാദ് അൽ നാസറിനെക്കാളും അത്രയും നന്നായി കളിക്കുന്ന ഒരു ടീമാണ് ഈ ഒരു സീസണിൽ. തോറ്റതിനേക്കാളും ഒരു ചടപ്പ് എന്ന് പറഞ്ഞാൽ മാച്ചിലെ ആകെയുള്ള ഒരു നല്ല മൊമെന്റ് എന്ന് പറഞ്ഞാൽ CR7 ഗോളും ബെൻസിമ CR7 റീയൂണിയനുമാണ്. സ്റ്റാറ്റസ് ഇടാനുള്ള സംഭവം കിട്ടിയിട്ടുണ്ട്, പക്ഷേ ബാക്കിയൊന്നുമില്ല. മാച്ചിന്റെ 50ാമത്തെ മിനിറ്റ് തൊട്ട് 60ാമത്തെ മിനിറ്റ് വരെ അത് വേറൊരു ലെവൽ വൈബാട്ടോ, വേറൊരു ടൈപ്പ് എക്സ്പീരിയൻസാ. ബെൻസിമ സ്കോർ ചെയ്യണു, 2 മിനിറ്റ് കഴിഞ്ഞ് CR7 സ്കോർ ചെയ്ത് കാമ ഇടണു. ഓൾമോസ്റ്റ് സ്റ്റേഡിയം ഫിൽ ചെയ്ത് നിൽക്കുന്ന ഇത്തിഹാദ് ഫാൻസ് സെലിബ്രേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടില്ല ബെൻസിമന്റെ ഗോള്. അപ്പോത്തിന് CR7 സ്കോർ ചെയ്തിട്ട് ഓരോട് ചോദിക്കുക, എന്തിനാ ഞങ്ങൾ ഈ ഒച്ചും ബഹളമൊക്കെ ഉണ്ടാക്കണ്ടെന്ന്. കാം ഡൗൺ, അണ്ണൻ ഈസ് ഹിയർ. അതൊക്കെ ഒരു മേനുള്ള മൊമെന്റ് ആയിട്ടോ, അതൊക്കെ എൻജോയ് ചെയ്തു. പക്ഷേ അതിനുശേഷം ആ 2 ഗോളിന് ശേഷം കളി കയ്യിന്ന് പോയി. 2 ടീമും ഒരു കാര്യമില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും അടി ഉണ്ടാക്കിയാണ്. പിന്നെ മൊത്തം ഒട്ടാവിയോ കണ്ണി കണ്ടോറേറ്റും ഒക്കെ പ്രശ്നം ഉണ്ടാക്കാൻ പോവായിരുന്നു. മാച്ചിന്റെ മൊത്തത്തിലുള്ള വൈബ് അങ്ങോട്ട് പോയി. അൽ നാസർ പ്രത്യേകിച്ചൊന്നും ചെയ്യണില്ല എന്ന് കണ്ടപ്പോ ഒരു 75ാമത്തെ മിനിറ്റ് ഒക്കെ കഴിഞ്ഞപ്പോ ഞാൻ പോയിട്ട് കിടന്നുറങ്ങി. രാവിലെ എണീറ്റ് പണിക്കൊക്കെ പോണേ. നിങ്ങളെ പോലെയല്ല, കുടുംബം നോക്കണ ഉത്തരവാദിത്തമുള്ള ഒരു പൗരനാണ്. രാവിലെ എണീറ്റ് റിസൾട്ട് നോക്കുമ്പോ ഒരാവശ്യമില്ലാത്ത ബെർഗ്വൈൻ 91ാം മിനിറ്റിലൊക്കെ ഗോൾ അടിച്ച് മെയിൻ ആയിക്കണു. അൽ നാസർ ലോസ്റ്റ് അഗെയിൻ. ഈ സീസണിൽ ഇനി ഒരു മണ്ണാങ്കട്ടി നോക്കണ്ട. ലീഗ് എന്തായാലും കിട്ടൂല. AFC ചാമ്പ്യൻസ് ലീഗ് പ്രത്യേകിച്ച് അതിലും വലിയ ചാൻസ് ഒന്നുമില്ല. അണ്ണന്റെ ഫസ്റ്റ് സീസണില് അൽ ഇത്തിഹാദിന് തോൽക്കാൻ വയ്യ, സെക്കൻഡ് സീസണില് അൽ ഹിലാലിന് തോൽക്കാൻ വയ്യ, ഇപ്പൊ 2 ടീമിനും തോൽക്കാൻ വയ്യ. ഈ 3ാമത്തെ സീസൺ ആയപ്പോ അണ്ണൻ ഒരു സൗദി പ്രോ ലീഗ് അടുപ്പിച്ച് ഇവര് മടങ്ങാനായിരിക്കും തോന്നുന്നില്ല. ആകെയുള്ള ഒരു പ്രതീക്ഷ ആ 1000 ഗോൾ സ്റ്റാറ്റ് പേഡ് ചെയ്യുന്ന. ഇതിപ്പോ അതും നടക്കും തോന്നുന്നില്ല പുല്ല്. ഇനിയിപ്പോ ജനുവരി 9 എന്തോ ഉള്ളൂ CR7ന്റെ അടുത്ത മാച്ച്. അതുവരെ ഞാനും അണ്ണനും ഒക്കെ സെയിം യൂട്യൂബേഴ്സ്. മെസ്സി വിൻസ് MLS MVP. റീസെന്റ് ആയിട്ട് മെസ്സി ഏറ്റവും ഡിസേർവ് ചെയ്ത് നേടിയ ഒരു അവാർഡ് ഇതാട്ടോ. ഉള്ള കാര്യം തുറന്നു പറയാം. ആള് സീസണിന്റെ പകുതി എന്തോ അവർക്ക് വേണ്ടി കളിച്ചിട്ടുള്ളൂ. ഇഞ്ചുറി അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് ടോട്ടൽ 22 മാച്ചിൽ നിന്ന് 21 ഗോള് 11 അസിസ്റ്റ്. ഡിസേർവ്ഡ്. അതിന്റെ ഒപ്പം ഇന്റർ മിയാമി അവരുടെ കോൺഫറൻസ് ചാമ്പ്യൻസുമായി, ക്ലബ് വേൾഡ് കപ്പിന് യോഗ്യത നേടി. എന്തൊക്കെയല്ലേ. ഒരു കാലത്തും സമാധാനം തരരുത് കേട്ടോ, ഒരു കാലത്തും തരരുത്. ക്ലബ് വേൾഡ് കപ്പിനെ കുറിച്ചിട്ട് പറയുമ്പോഴാ ഫിക്ചേഴ്സും ഗ്രൂപ്പും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. സം ബിഗ് മാച്ചസ്. ഓക്കെ, ഓഫ് കോഴ്സ് മെസ്സിക്കും ഇന്റർ മിയാമിക്കും കൂട്ടത്തിലെ ഏറ്റവും എളുപ്പമുള്ള ഗ്രൂപ്പ് തന്നെ കിട്ടി. അതങ്ങനെ വരൂ. റയൽ മാഡ്രിഡ് വേഴ്സസ് അൽ ഹിലാൽ. CR7 ഫാൻസ്, നിങ്ങളെ കയ്യിലുള്ള റയൽ മാഡ്രിഡിന്റെ ജേഴ്സി എടുത്ത് ഇട്ടോളി. അൽ ഹിലാലിനെ ഓരെങ്കിലും തോൽപ്പിക്കട്ടെ, അങ്ങനെങ്കിലും നിങ്ങൾക്ക് കുറച്ച് സന്തോഷം കിട്ടട്ടെ. ഇത്രയുള്ളൂ. നിങ്ങളുടെ ഒപ്പീനിയനും കാര്യങ്ങളൊക്കെ കമന്റ് ചെയ്യുക. വീഡിയോ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക്സ് ഫോർ വാച്ചിങ്.